ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. പോലീസ് വാനിന്റെ ജനലിലൂടെ ചാടിയിറങ്ങുന്ന വിദ്യാർത്ഥി. അവനെ കയ്യോടെ പിടിച്ച് വീണ്ടും പോലീസിന് കൊണ്ടുപോയി കൊടുക്കാൻ വെമ്പുന്ന അത്യപൂർവ ധീരനായ മാമ. നീ അവനിട്ട് പണിഞ്ഞിട്ട് എനിക്കിട്ട് കേറ്റരുത്. സമരക്കാർ ഇടപെട്ടാണ് ആ പാവം വിദ്യാർത്ഥി രക്ഷപ്പെടുന്നതെങ്കിലും മാധ്യമപ്രവർത്തനത്തിന്റെ എല്ലാ ബാധ്യതയും ഒറ്റയ്ക്ക് ചുമലിലേറ്റിയ ആ ഗോതി മാപ്രയ്ക്ക് അവസാന നിമിഷം പണി കിട്ടി. ഇതോടൊന്ന് കണ്ടു നോക്കിക്കേ. സ്വന്തം അഭിപ്രായം തുറന്നു പറഞ്ഞ മറ്റൊരു വിദ്യാർത്ഥിയുടെ മുഖത്തടിക്കുന്ന അടുത്ത രാജഭക്തൻ. എന്റെ ഈ അന്നസത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാട്ടിക്കരുത്. സ്വന്തം തന്തയാരെന്ന് അറിയില്ലെങ്കിലും നിന്റെ കാടി ഇവന് പുല്ലടാ പുല്ലേ. എനിക്ക് അച്ഛനുണ്ട്, ഏതോ മുത്തുച്ചാമിയാണെന്ന് തോന്നണേ. സംഭവം പൊളിഞ്ഞായിരുന്നു, നീ വെച്ചേരെ. എന്തോന്ന് പൊളിഞ്ഞു? നീ വെച്ചേ. പൊളിഞ്ഞു? വാർത്ത റിപ്പോർട്ട് ചെയ്യാനാണോ അതോ റേറ്റിംഗ് കൂട്ടാൻ സ്വയം വാർത്തയാകാൻ വന്നതാണോ ആവും? വല്ലാത്ത ജാതി രാജഭക്തി തന്നെ. ഈശ്വര, ഓരോന്നോരോന്നായി പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. ഏതായാലും ഈ പെർഫോമൻസ് മാപ്രകളുടെ അമിതാവേശം കണ്ട് രോഷാകുലരായ ജനം എന്ത് എന്റെ അണ്ണാക്കിലെ പിരിവെട്ടിയ അണ്ണാക്കിലെ പിരിവെട്ടിയാന്ന് രണ്ടാളെയും കാര്യമായി താലോലിച്ച് വിടുന്നത് കാണുമ്പോഴാണ് മനസ്സിനൊരു സമാധാനം. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. അടി കൊണ്ടിട്ട്